ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ ഉച്ചത്തെ ഊണിനൊക്കെ ബെസ്റ്റായിട്ടുള്ള ഒരു മുരിങ്ങയ്ക്ക തോരനാണ്. അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുത്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറന്നേക്കരുതേ. അപ്പോൾ പിന്നെ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. മുരിങ്ങയ്ക്ക തോരൻ ഉണ്ടാക്കുന്നതിന് ഞാൻ 4 മുരിങ്ങയ്ക്ക രണ്ടായി കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണ് കൊണ്ട് ഇതിനകത്തുള്ള ചത ഇളക്കിയെടുക്കാം. ഇതുപോലെ ഈ കീറി വെച്ചിരിക്കുന്ന എല്ലാ മുരിങ്ങയ്ക്കയിൽ നിന്നും ഇതുപോലെ ചത ഇളക്കിയെടുക്കണം. കണ്ടോ, ഇതിപ്പോ മുരിങ്ങയ്ക്കയുടെ ചതയെല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 3 മുരിങ്ങയ്ക്ക തൊലിയെല്ലാം ചെത്തി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഈ മുരിങ്ങയ്ക്ക ഇനി നമുക്ക് കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. ഇനി നമുക്ക് മുറിച്ചെടുത്ത കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിനി മുരിങ്ങയ്ക്ക തോരൻ ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഇനി ഇതിലേക്ക് ചിരികിയ 1 മുറി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് ജീരകം ചേർക്കാം. അടുത്തത് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടി കൂടി ചേർക്കാം. ഇനി നമുക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇവയെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. കണ്ടോ, അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിനാണ് അരച്ചെടുക്കേണ്ടത്. ഒത്തിരി അങ്ങ് അരച്ച് മഷിയാക്കാതെ മിക്സിയിൽ ഒരു 4-5 ചുറ്റിച്ച് എടുത്താൽ മതി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് എണ്ണ തിളച്ചു വരുമ്പോൾ 1/2 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് തിളച്ച് പൊട്ടി വരുമ്പോഴേക്കും ഒരു 5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് മൊരിഞ്ഞ് കളർ മാറി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം 250 ഗ്രാം ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നല്ലവണ്ണം ഇളക്കി വേവിച്ചെടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും ഉള്ളി പകുതി വേവാകും. ഇതിപ്പോ 5 മിനിറ്റായി, ഉള്ളി പകുതി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇതിൽ ഈ മുരിങ്ങയ്ക്കയുടെ കൂടെ തന്നെ ഉള്ളിയും നല്ലപോലെ വെന്ത് വരും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതൊന്ന് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിഭാഗം കരിഞ്ഞു പോകും. ഇത് തിളച്ചു വരുമ്പോഴത്തേക്കും മുരിങ്ങയ്ക്കയിലെ വെള്ളമെല്ലാം ഊറി വരും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 കപ്പ് വെള്ളത്തിൽ നമ്മൾ അരച്ച ജാർ കഴുകി ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ് കൂടി വേവിക്കാം. ഇതിപ്പോ 2 മിനിറ്റായി. ഇനി ഈ അടപ്പ് തുറന്ന് ഇത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. അരപ്പും മുരിങ്ങയ്ക്കയും ഉള്ളിയും എല്ലാം നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോ നല്ലവണ്ണം യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും 1 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോ 1 മിനിറ്റായി. നമുക്കിനി അടപ്പ് തുറക്കാം. കണ്ടോ, തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ലവണ്ണം ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ചോറിനോടൊപ്പം ഒക്കെ കഴിക്കാൻ സൂപ്പറാണ്. ഒത്തിരി പോഷക ഗുണങ്ങളുള്ള ഒരു കായാണ് മുരിങ്ങയ്ക്ക. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് മുരിങ്ങയ്ക്ക കിട്ടുവാണെങ്കിൽ ഇങ്ങനെ തോരൻ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്കൊരു ലൈക്ക് തരാൻ മറക്കല്ലേ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുവാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇനി മുരിങ്ങയ്ക്ക തോരൻ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തയ്യാറാക്കണം കേട്ടോ. പിന്നെ പുതുതായി ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വിഭവങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സർവ്വവിധ ഐശ്വര്യങ്ങളും ഞാൻ നേരുന്നു. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ.